ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം അനവധി നാളുകൾക്ക് ശേഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിലേക്കാണ്. ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിൻ്റെ പ്രധാനമായ ജലോത്സവ മേള കാണണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ ഇന്ന് ഇപ്രാവശ്യത്തെ ജലോത്സവ മേളയ്ക്ക് ഞാനും കുടുംബവും ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. മേള നടക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി ഞങ്ങളങ്ങനെ നടന്നു നീങ്ങുകയാണ്. സൂചി കുത്താൻ ഇടമില്ലാത്ത അവസ്ഥയാണ് എന്നാണ് ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടത്. നേരത്തെ പാസുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്തുമാകട്ടെ എവിടെയെങ്കിലും ഇടം കിട്ടിയാൽ കാണാമെന്നുള്ള ആഗ്രഹത്തിൽ നടന്നു നീങ്ങുകയാണ്. KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള പാലവും കയറി ഞങ്ങളങ്ങനെ പുറപ്പെടുകയാണ്. ഓളവും മേളങ്ങളും അതുപോലെ ആരവങ്ങളും മുഴങ്ങിത്തുടങ്ങി. ഇതാ ആരവങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടര കിലോമീറ്റർ ദൂരത്ത് മാത്രമേ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. ബാക്കി എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെന്ന് ഒരിടം ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ ഇടമാണ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് സൂചി കുത്താൻ എന്ന വണ്ണം ഒരേ കാല് ചവിട്ടാനുള്ള ഇടങ്ങൾ കിട്ടി. അങ്ങനെ ഒരു തൂണിൽ തൂങ്ങി നിന്ന് ഞാൻ ഈ വീഡിയോകൾ പകർത്തുകയാണ്. ഇങ്ങനെ ഒരു തൂണിൻ്റെ ഓരം പറ്റി ഒരു സ്റ്റെപ്പിൽ കയറി നിന്ന് ഞാൻ ഒരു പ്രകാരത്തിൽ ഈ ജലോത്സവ മേള പകർത്തുകയാണ്. ഭാര്യമാതാവുമൊക്കെ ഒരു സൈഡോട് ചേർന്ന് നിന്ന് ഒരു വിടവിലൂടെ ഈ ജലോത്സവം ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ ചാൻസിൽ ഒറ്റക്കാലിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ പകർത്തുന്നത് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അത്രമാത്രം തിരക്കാണ്. 1500 രൂപയൊക്കെയാണ് പവലിയനിലേക്ക് എത്തണമെങ്കിൽ ടിക്കറ്റ് നിരക്ക്. അതൊക്കെ ആദ്യമേ ബുക്ക് ചെയ്ത് വേണം എത്താൻ. എന്നാൽ രാവിലെ തീരുമാനിച്ച തീരുമാനം എത്രയും പെട്ടെന്ന് ആലപ്പുഴയിൽ എത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഓടിയെത്തിയതാണ്. 2 മണിക്ക് തന്നെ മേളകൾ തുടങ്ങിയെങ്കിലും നമ്മൾ എത്തുന്നത് 4 മണിക്കാണ്. എന്നാലും മേള പകുതി പോലും ആയിട്ടുണ്ടായില്ല. കാരണം ഓരോ ചുണ്ടൻവള്ളങ്ങളുടെയും പ്രത്യേകം മത്സരങ്ങളാണ് അവിടെ നടക്കുക. എവിടെ നോക്കിയാലും ആരവങ്ങളും അതുപോലെ ആ ടിയുടെ ഉത്സാഹിച്ചുള്ള ഓളപ്പരപ്പിലുള്ള ആരവവും ടിയുടെ ഓളവുമെല്ലാം കൂടി വല്ലാത്തൊരു ആവേശമാണ് ഇവ സമ്മാനിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശികളും അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും കേരളം ഒന്നാകെയും എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് വേണം ഈ ജലോത്സവ മേളയുടെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞാൽ. അത്രമാത്രം ആവേശത്തിരക്കിലാണ് ഓരോ മനുഷ്യരും. കാലാവസ്ഥ അനുകൂലമായതിനാൽ മഴയുടെ ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതിനാൽ ഇത്തവണത്തെ മേള വളരെ ഭംഗിയായി ഒരുപാട് ആളുകൾക്ക്, ആയിരങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഈ നെഹ്റു ട്രോഫി ജലോത്സവ മേള വല്ലാത്തൊരു ഇടമാണ് നൽകിയിട്ടുള്ളത്. 1952 ജവഹർലാൽ നെഹ്റു ഈ ജലോത്സവ മേള കാണാൻ എത്തി. അതായത് വള്ളംകളി മത്സരം കാണാൻ നെഹ്റുവിനെ സ്വീകരിക്കാൻ പ്രത്യേക ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു മത്സരം നടത്തി ആണ് ഈ നെഹ്റു ട്രോഫി മത്സരങ്ങളുടെ തുടക്കം. മത്സരം അവസാനിച്ചപ്പോൾ എല്ലാ ബാരിക്കേഡുകളും അതുപോലെ നിയമപ്രശ്നങ്ങളും പ്രോട്ടോക്കോളും ലംഘിച്ച് നെഹ്റു മത്സരത്തിൽ വിജയിച്ച ചുണ്ടൻവള്ളത്തിൽ ചാടിക്കയറി എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം എന്നുള്ള പേര് ഈ മേളയ്ക്ക് തന്നെ വരുന്നത്. ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഏതൊക്കെയാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് അതിൻ്റെ വേഗത. അനൗൺസ്മെൻറ്റുകൾ അങ്ങിങ്ങും മുഴങ്ങുന്നുണ്ട്. പക്ഷേ ആരവങ്ങൾ കണ്ട് അതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അത്രമാത്രം ആർപ്പുവിളികളും കുഴൽ വിളികളും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. എന്താണ് ഈ ചുണ്ടൻ വള്ളംകളി, ആലപ്പുഴയുടെ ഈ പുന്നമടക്കായലിൻ്റെ ഈ ഓളം ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം അങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ട് എനിക്ക് കഴിയുന്ന തരത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇതിന് പകർത്തുകയാണ്. അത്തരം കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു കയ്യിൽ പിടിച്ചുള്ള വീഡിയോ പകർത്തൽ കൊണ്ട് വീഡിയോ ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ആ സ്റ്റെപ്പിൽ നിന്ന് മാറിയാൽ പിന്നെ ഇത് കാണുവാൻ പോലും അവിടെ എനിക്ക് അനുവാദം കിട്ടില്ല, സ്ഥലം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒറ്റക്കാലിൽ നിന്ന് ഒരു കൈ തൂണിൽ ചുറ്റിപ്പിടിച്ച് മറു കൈ കൊണ്ട് വീഡിയോ പകർത്തുകയാണ്. ഓരോ ബാച്ചായിട്ടാണ് വള്ളങ്ങൾ മത്സരങ്ങളിലേക്ക് എത്തുന്നത്. ഞാൻ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിൻറ്റിലാണ്. ഫിനിഷിംഗ് പോയിൻറ്റിലാണല്ലോ ഏറ്റവും കൂടുതൽ ആരവവും അതുപോലെ ആ ഒരു ടെൻഷനും നിറഞ്ഞ രസകരമായ കാഴ്ചകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്. മത്സരം നടക്കുന്ന വേദിക്ക് അപ്പുറത്ത് മറുകരയിൽ എന്നാൽ വലിയ തിരക്കില്ല, പക്ഷേ അങ്ങോട്ടേക്ക് എത്തപ്പെടാൻ ഒരു നിവൃത്തിയുമില്ല. എല്ലാ റോഡുകളും ചാലുകളുമെല്ലാം പോലീസ് ബന്ദോബസ്തിലാണ്. അവസാനം ഭാര്യയെയും ഒരു പാലത്തിൻ്റെ അടിയിൽ സ്വസ്ഥമായിരുന്ന് കാണാനുള്ള ഒരു അവസരമൊരുക്കി അവിടെ ഇരുത്തി. ഞാൻ ആ തൂണിൽ തൂങ്ങി നിന്നുകൊണ്ട് തന്നെ വീണ്ടും ഓരോ വീഡിയോകൾ പകർത്തുകയാണ്. കേരളത്തിൻ്റെ ഓരോ സാംസ്കാരിക ചരിത്രവും ഇത്തരത്തിൽ നടന്നു കാണണമെന്നുള്ള ആഗ്രഹം പണ്ടേ മുതലുള്ളതാണ്. ഇപ്പോഴാണ് ഇതിനൊക്കെ അവസരങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത്. അതിനാൽ തന്നെ ഇത്തരം ഓരോ മേളകളും ഉത്സവങ്ങളും അതുപോലെ കേരളത്തിൻ്റെ പച്ചപ്പും ഇങ്ങനെ വീഡിയോയിൽ പകർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ഞാൻ പിന്തുടരുന്നത്. ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് സഞ്ചരിക്കാം. കാഴ്ചകളും യാത്രകളുമൊക്കെ എപ്പോഴും ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. പക്ഷേ സാഹചര്യങ്ങൾ വിലങ്ങുതടിയായി പലപ്പോഴും നമുക്ക് മാറാറുണ്ട്. നല്ല ഭക്ഷണവും യാത്രയും നല്ല ഡ്രസ്സുകളുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നറിയാം. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിന് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായൊരു ജീവിതം ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണല്ലോ. അങ്ങനെ ഓളപ്പരപ്പിലൂടെ നീങ്ങുന്ന തെന്നി മാറി തുഴയെറിഞ്ഞു പോകുന്ന വള്ളങ്ങളെയും സ്പീഡിൽ പോകുന്ന പോലീസ് വാഹനങ്ങളെയും ഒക്കെ മാറി മാറി കണ്ട് ഒരു കാലിൽ നിന്ന് മറുകാലിലേക്ക് എന്നെ ബാലൻസ് ചെയ്ത് ഞാൻ വീണ്ടും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ആരവങ്ങൾ മുഴങ്ങി കേൾക്കും. അപ്പോഴാണ് അടുത്ത ബാച്ച് വള്ളങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അങ്ങ് ദൂരെ നിന്നാണ്. അങ്ങോട്ടേക്ക് ക്യാമറയെ ഫോക്കസ് ചെയ്യാൻ പോലും എനിക്കാകുന്നില്ല. ഇങ്ങനെ ഒരു കൈയിൽ തൂങ്ങി നിന്നാൽ എത്രമാത്രം ഫോക്കസ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. എന്നാലും ഞാൻ ഓരോന്നിനെയും പകർത്തുകയാണ്. സെക്യൂരിറ്റിക്കാരുടെയും പോലീസ് വാഹനങ്ങളുടെയും അതുപോലെ വാളണ്ടിയർമാരുടെയും ബോട്ടുകളും സ്പീഡ് ബോട്ടുകളുമാണ് അതിലൂടെ അങ്ങിങ്ങായി പോകുന്നത്. ആവേശം മൂത്ത കാണികൾ പലരും വെള്ളത്തിലേക്ക് എടുത്തു ചാടി വള്ളങ്ങളുടെ അടുത്തേക്ക് നീന്തുന്നത് പോലീസ് എപ്പോഴും വിലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി വള്ളംകളി അങ്ങനെ ഹൃദിസ്ഥമാക്കുകയാണ് ഞാൻ. ഏതൊക്കെയോ വള്ളങ്ങൾ ഓരോ ബാച്ചുകളായി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ചുണ്ടൻ വള്ളങ്ങളാണെന്ന് അറിയാം. ഓരോ പേരുകൾ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഈട്ടുകുത്തിയും കാരിച്ചാലും അങ്ങനെ ഒരുപാട് ചുണ്ടൻ വള്ളങ്ങളുടെ പേരുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ചരിത്രങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും കൂടുതൽ അറിയുന്നില്ല. നമ്മൾ എങ്ങനെയെങ്കിലും വീഡിയോ ഒന്ന് പകർത്തിയെടുക്കുക, നമ്മൾ കണ്ടാസ്വദിക്കുക എന്നുള്ള ഒറ്റ ചിന്തയിൽ മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കളർഫുള്ളായ വള്ളങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെടുന്നു. കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ പൈതൃകവും ഒത്തുണങ്ങുന്ന ഈ നെഹ്റു ട്രോഫി വള്ളംകളി അങ്ങനെ മനം നിറയെ കണ്ട് ആസ്വദിക്കുകയാണ്. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇത്തരം വീഡിയോകൾ പകർത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോകളും തത്സമയം നിങ്ങളിലേക്ക് എത്തും എന്നുള്ള അറിയിപ്പ് കൂടെ ഞാൻ നൽകുന്നു. അവസാനമായി ഇടയ്ക്ക് വനിതകളുടെ മത്സരമാണ് നടക്കുന്നത് എന്നുള്ള അനൗൺസ്മെൻറ്റ് എനിക്ക് കേൾക്കാനിടയായി. പക്ഷേ എനിക്കത് പകർത്താൻ എൻ്റെ മുൻപിൽ ഒരുപാട് ഫോണുകൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. എനിക്ക് മാറാനിടമില്ലാത്തതുകൊണ്ട് അവയെല്ലാം എൻ്റെ വീഡിയോയിലൂടെ പകരുകയാണ്. അങ്ങനെ ഞങ്ങൾ വള്ളംകളി
ഫൈനൽ മത്സരം കഴിയാൻ ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട് എന്നറിഞ്ഞപ്പോൾ മെല്ലെ പുറത്തേക്ക് കടന്നു. ചെറിയ മഴയുടെ ആരവവും വരുന്നുണ്ട്. വിദേശ വനിതകൾ 2 പേർ ഒരു ഐസ്ക്രീം വാങ്ങി ഷെയർ ചെയ്യുന്ന കാഴ്ചകളും എനിക്ക് രസകരമായി തോന്നി. ഭാര്യമാതാവും മുൻപോട്ട് നടക്കുകയാണ്. ഞാൻ മെല്ലെ പുറകിൽ ഓരോ കാഴ്ചകൾ ഒപ്പിയെടുത്ത് മെല്ലെ തിരികെ പോരുന്നു. അപ്പോഴാണ് കയർ ബോർഡിൻ്റെ ഒരു പരസ്യം കണ്ടത്. കയർ ബോർഡിൻ്റെ ഒരു രൂപം എന്നെ വല്ലാതെ ആകർഷിച്ചു. അതും പകർത്തി ഞാൻ മെല്ലെ തിരികെ പോരുകയാണ്. തിരികെ റോഡിലേക്കെത്തി. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പര്യവസാനിച്ച് നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഇടം തേടി യാത്രയാവുകയാണ്. പച്ചപ്പാടിൻ്റെ സന്തോഷം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും സന്തോഷവും പകർന്നുകൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷത്തിൻ്റെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. ഗുഡ് ബൈ.